വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് 3rd ഓഗസ്റ്റ് 2023 നടന്ന SSC CHSL എക്സാമിൻ്റെ ഷിഫ്റ്റ് 3 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിൽ ഒരു വേർഡ് നമുക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ സിനോണിം അല്ലെങ്കിൽ സിമിലർ മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. The event in a cramped space was totally bizarre in my view. അപ്പോൾ ബിസാർ എന്നുള്ള വാക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. ബിസാറിൻ്റെ മീനിങ് വരുന്നത് സ്ട്രേഞ്ച് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സിനോണിം വരുന്നത് ഓപ്ഷൻ സി ഓഡാണ്. കാരണം യൂഷ്വൽ, കസ്റ്റമറി, നോർമൽ ഇതൊക്കെ വരുന്നത് സാധാരണ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് അതാണ് വരുന്നത്. ഓഡാണ് ബിസാറിൻ്റെ സിനോണിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Select the sentence that has the correct use of spellings from the given options. അപ്പോൾ നമുക്ക് 4 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഇതിലേതോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതാണ് തന്നിട്ടുള്ളത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാത്തതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നെഗോഷിയേഷൻ എന്നുള്ളതാണ് നമുക്ക് തെറ്റിച്ച് തന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ കണ്ടൻഷ്യസ് എന്നുള്ള വാക്കാണ് നമുക്ക് തെറ്റിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെഗോഷിയേഷൻ്റെ സ്പെല്ലിംഗ് വരുന്നത് NEGOTIATION ആണ്. അതുപോലെ കണ്ടൻഷ്യസിൻ്റെ മീനിങ് വരുന്നത് CONTENTIOUS എന്നുള്ളതാണ്. നെഗോസിയേഷൻ്റെ മീനിങ് വരുന്നത് സന്ധി സംഭാഷണം എന്നുള്ളതാണ്. അതുപോലെ കണ്ടൻഷ്യസിൻ്റെ മീനിങ് വരുന്നത് ഇതുപോലെ ഡിഫറൻസ് വരുന്നത് അല്ലെങ്കിൽ ഡിസഗ്രിമെൻ്റ് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അത് രണ്ടുമാണ് അതിൽ റോങ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫ്രൂഗാലിറ്റി എന്നുള്ള വാക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഫ്രൂഗാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി എക്കണോമിക് ആയിട്ട് എന്ന് വെച്ചാൽ പൈസ കുറച്ച് ചിലവാക്കുക എന്നുള്ളതാണ് ഫ്രൂഗലിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഓപ്ഷൻ ബി ആണ്. എക്സ്ട്രാ വെഗൻസ് എന്നുള്ളതാണ്. എക്സ്ട്രാ വെഗൻസിൻ്റെ മീനിങ് ലാവിഷ് എന്നുള്ളതാണ്. പാർസിമോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസർ എന്നുള്ളതാണ്, പിശുക്ക് എന്നുള്ളതാണ് വരിക. പ്രൊവിഡൻസ്, ഹെൽപ്പ് ഓഫ് ഗോഡ് തന്നെയാണ് നമ്മൾ പ്രൊവിഡൻസ് പറയുന്നത്. എക്കോണമി എന്ന് പറയുമ്പോൾ ട്രേഡ് ഇൻ എ സൊസൈറ്റി, അതിനാണ് നമ്മൾ എക്കോണമി പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസ്സസ് ദ ഗിവൺ സെൻറ്റൻസ് ഇൻ പാസീവ് വോയിസ്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അത് പാസീവ് വോയിസിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. മോത്തി ഹാസ് ത്രോൺ ദ ബോൾസ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ മോത്തിയാണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്, ഹാസ് ത്രോൺ ആണ് നമ്മുടെ വെർബ്, പിന്നെ ദ ബോൾസ് ആണ് ഒബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ദ ബോൾസ് എന്നുള്ളത് നമ്മുടെ സബ്ജക്റ്റ് ആവും, ബൈ മോത്തി എന്നുള്ളത് നമ്മുടെ ഒബ്ജക്റ്റ് ആവും, ഹാസ് ത്രോൺ എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ദി ബോൾസ് ആണ് നമ്മുടെ സബ്ജക്റ്റ് ആയതുകൊണ്ട് ആ ഹാസ് ഹാവ് ബീൻ ആയിട്ട് മാറും. ത്രോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. ദ ബോൾസ് ഹാവ് ബീൻ ത്രോൺ ബൈ മോത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Select the most appropriate option that can substitute the underlined segment in the given sentence. If there is no need to substitute it, select no substitution required. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസിൽ കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ എറർ ഒന്നുമില്ലെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണ്ട, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്തെടുക്കണം. Since the storm knocked in the power, we have been using candles to light our home. അപ്പോൾ സ്റ്റോം കാരണം കറണ്ട് പോയി, അതുകൊണ്ട് ക്യാൻഡിൽസ് യൂസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് സെൻറ്റൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പോയി എന്നുള്ളതോ അല്ലെങ്കിൽ കളഞ്ഞു എന്നുള്ളത് വരുമ്പോൾ അതിൻ്റെ വരേണ്ടത് നോക്ക്ഡ് ഔട്ടാണ്, നോക്ക് ഇൻ അല്ല. നോക്ക് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിക്കളയാന്നുള്ളതാണ്. നോക്ക്ഡ് ഔട്ടാണ് അവിടെ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വരേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇഡിയം ഫോർ ദ ഗിവൺ സിറ്റുവേഷൻ. അപ്പോൾ നമുക്കൊരു സിറ്റുവേഷൻ തന്നിട്ടുണ്ട്, അതിന് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഇഡിയമാണ് നമുക്ക് ചൂസ് ചെയ്തെടുക്കേണ്ടത്. ഗീതിക സ്പോക്ക് എ ലോട്ട് അബൌട്ട് ഹെർ ന്യൂ മൂവി, ഹവെവർ ഇറ്റ് കെയിം ടു നത്തിങ് ഇൻ ദ തിയേറ്റേഴ്സ്. അപ്പോൾ ഗീതിക മൂവീനെ പറ്റി നല്ല പ്രൈസ് ചെയ്ത് പറഞ്ഞു, ബട്ട് ഇൻ ദി എൻഡ് അതൊരു ഫെയിലിയർ ആയിരുന്നു എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പോൾ അതിന് പറ്റിയ ഇഡിയം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ടു എൻഡ് ഇൻ സ്മോക്ക് ആണ്. ടു ഫെയിൽ എന്നുള്ളതാണ് ടു എൻഡ് ഇൻ സ്മോക്കിൻ്റെ മീനിങ് വരുന്നത്. ടു ഗീവ് ദ ഡെവിൾ ഹിസ് ഡ്യൂസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു മോശം ആളാണെങ്കിൽ കൂടി ആളൊരു നല്ല കാര്യം ചെയ്താൽ അയാളെ പ്രൈസ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ടു ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ എന്ന് പറയുമ്പോൾ ടു ഗെറ്റ് ഇൻ ടു ട്രബിൾ ആണ്.
പിന്നെ ടു ഡിഗ് ദ ഗ്രേവ് എന്ന് പറയുമ്പോൾ നമ്മൾക്കായിട്ട് തന്നെ പ്രശ്നം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് വൺ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇഡിയം ഫോർ ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിൽ കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിന് പറ്റിയ ഒരു ഇഡിയമാണ് നമുക്ക് ചൂസ് ചെയ്തെടുക്കേണ്ടത്. റെയ്മ ടേക്സ് ഹർ ക്ലാസ് വെരി അറ്റൻറ്റീവ്ലി. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ടെന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ട ഇഡിയം ഓപ്ഷൻ ഡി ആണ്, ബി ഓൾ ഇയേഴ്സ് ആണ്, ടു ലിസൺ കെയർഫുള്ളി. ഇൻ അക്കോർഡൻസ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രി എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ബൈ ബ്ലേസിങ് എ ട്രെയിലിൻ്റെ മീനിങ് ടു ബിക്കം എ പയനിയർ എന്ന് വെച്ചാൽ പുതിയതായിട്ടൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ബൈ ലൂസിങ് ഇൻ എ ക്ലൗഡ് എന്ന് പറയുമ്പോൾ ടു ബി കൺഫ്യൂസ്ഡ് ഓർ പസിൽഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് 4 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാത്ത സെൻറ്റൻസ് ആണ് നമ്മൾ ചൂസ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ പെർസിസ്റ്റ് എന്നുള്ള വാക്കും ഇവൻച്വലി എന്നുള്ള വാക്കുമാണ് നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്കായിട്ട് മെയിൻലി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. പെർസിസ്റ്റിൻ്റെ സ്പെല്ലിംഗ് വരുന്നത് PERSISTED ആണ്. പെർസിസ്റ്റഡ് എന്നുള്ള പറയുമ്പോൾ നിരന്തര പ്രയത്നം എന്നുള്ളതാണ്. ഇവൻച്വലിയുടെ സ്പെല്ലിംഗ് വരുന്നത് EVENTUALLY എന്നുള്ളതാണ്. ഇവൻച്വലി എന്ന് പറയുമ്പോൾ ആസ് എ റിസൾട്ട് അല്ലെങ്കിൽ ഇൻ ദി എൻഡ് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ വേർഡ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. അപ്പോൾ നമുക്കൊരു വേർഡ് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻറ്റോണിമാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ദ ഫ്രണ്ട്ലി ഡോഗ് വാഗ്ഡ് ഹിസ് ടെയിൽ വൈൽ ദ ഡാഷ് കാറ്റ് ഹിസ്ഡ്. അപ്പോൾ ബ്രാക്കറ്റിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫ്രണ്ട്ലി എന്ന് കൊടുത്തിട്ടുള്ള വാക്കിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഫ്രണ്ട്ലിയുടെ ഓപ്പോസിറ്റ് വരുന്നത് അൺഫ്രണ്ട്ലി ആണ്. അതിൻ്റെ വേർഡ് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹോസ്റ്റൈൽ ആണ് അൺഫ്രണ്ട്ലി എന്നുള്ളത് വരുന്നത്. ലവിങ്, വെൽക്കമിങ്, എഫെക്ഷനേറ്റ് ഒക്കെ ഫ്രണ്ട്ലിയുടെ സിനോണിംസ് ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഹോസ്റ്റൈൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസസ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ പാസീവ് വോയിസ്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, ഇത് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഹിസ് ബ്രദർ നീഡഡ് സം അർജൻറ്റ് ഹെൽപ്പ് അറ്റ് ദാറ്റ് മൊമെൻറ്റ്. അപ്പോൾ ഹിസ് ബ്രദർ എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒബ്ജക്റ്റ് ആവും. എന്നിട്ട് ബൈ ഹിസ് ബ്രദർ എന്നുള്ളത് വരും. നീഡഡ് ആണ് നമ്മുടെ വർക്ക് വരുന്നത്. അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് അത് വാസ് നീഡഡ് ആയിട്ട് മാറും. പിന്നെ സം അർജൻറ്റ് ഹെൽപ്പ് എന്നുള്ളതാണ് നമുക്ക് ഒബ്ജക്റ്റായിട്ട് തന്നിട്ടുള്ളത്. അതാണ് നമ്മുടെ സബ്ജക്റ്റ് ആവുക. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം, ഓപ്ഷൻ ബിയിൽ അർജൻറ്റ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അവിടെ സം അർജൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാറിപ്പോരുത്. നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. സം അർജൻറ്റ് ഹെൽപ്പ് വാസ് നീഡഡ് ബൈ ഹിസ് ബ്രദർ അറ്റ് ദാറ്റ് മൊമെൻ്റ് ആണ് നമ്മുടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ വേർഡ്സ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഒരു ഓപ്ഷനാണ് നമുക്ക് ചൂസ് ചെയ്തെടുക്കേണ്ടത്. കുഡ് യു പ്ലീസ് ടെൽ മീ വിച്ച് ലാംഗ്വേജസ് യു ആർ ഫ്ലുവൻറ്റ് ഇൻ. അപ്പോൾ ഏത് ലാംഗ്വേജസ് ആണ് നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ടുള്ളതെന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്പീക്ക് എന്നുള്ളത് വരികയാണെങ്കിൽ സ്പീക്ക് വർക്ക് ആയതുകൊണ്ട് അതിൻ്റെ കൂടെ വരേണ്ടത് അഡ്വർബ് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, യു സ്പീക്ക് ഫ്ലുവൻ്റ്ലി എന്നുള്ളതാണ് വരേണ്ടത്. കാരണം വർക്ക് കഴിഞ്ഞിട്ടാണ് യൂഷ്വലി നമ്മൾ അഡ്വർബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയൊരു വൺ വേർഡാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. എ പേഴ്സൺ ഹൂ ലിവ്സ് എ സെക്ലൂഡഡ് ഓർ സോളിറ്ററി ലൈഫ് ഓഫൺ ഫോർ റിലീജിയസ് റീസൺസ്. അപ്പോൾ അതിൻ്റെ വൺ വേർഡ് വരേണ്ടത് ഓപ്ഷൻ സി ആണ്, മോങ്ക് ആണ് വരിക. എക്സ്ട്രോവേർട്ട് എന്നുള്ള പറയുമ്പോൾ എക്സ്ട്രീംലി ചിയർഫുൾ ആയിട്ടുള്ള നല്ലോണം ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാളിനെയാണ് നമ്മൾ എക്സ്ട്രോവേർട്ട് പറയുന്നത്. ഷോവനിസ്റ്റ് എന്ന് പറയുമ്പോൾ വൺ ഹൂ ഹെയ്റ്റ്സ് ഫീമെയിൽ ആണ് ഷോവനിസ്റ്റ് വരുന്നത്. ഹൈപ്പോകോൺട്രാക്ട് എന്ന് പറയുമ്പോൾ വൺ ഹൂ ഈസ് ഓൾവേസ് വറീഡ് അബൌട്ട് ഹിസ് ഹെൽത്ത് എന്നുള്ളതാണ്. അനാവശ്യമായിട്ട് ഹെൽത്തിനെ പറ്റി ചിന്തിച്ച് പേടിക്കുന്ന ആളിനെയാണ് നമ്മൾ ഹൈപ്പോകോൺട്രാക്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വേണ്ടത് ഓപ്ഷൻ സി, മോങ്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അക്ലിമറ്റൈസ് എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള വേർഡ്. അക്ലിമറ്റൈസിൻ്റെ മീനിങ് വരിക അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ഇനി അതിൽ ബാക്കി വാക്കുകൾ നോക്കുകയാണെങ്കിൽ പ്രയോറിറ്റൈസ് എന്ന് പറയുമ്പോൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യണതിനെയാണ് പ്രയോറിറ്റൈസ് പറയുന്നത്. പ്ലക്കീട്ട് സമാധാനിപ്പിക്കലാണ്. ഡീക്രിമിനലൈസ് എന്ന് പറയുമ്പോൾ ക്രിമിനൽ ചാർജസ് ഡ്രോപ്പ് ചെയ്യുക, അതിനാണ് ഡീക്രിമിനലൈസ് പറയുന്നത്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡിസ്അറേഞ്ച് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അറേഞ്ച്മെൻ്റ് ആകെ തെറ്റിക്കിടക്കുക, അതാണ് ഡിസ്അറേഞ്ച് വരുന്നത്. അപ്പോൾ ആ വേർഡ് വെച്ച് നോക്കുമ്പോൾ ഓപ്പോസിറ്റായിട്ട് വരുന്നത് ഡിസ്അറേഞ്ച് ആണ്. നെക്സ്റ്റ് വൺ, parts of a sentence are given below in jumbled order. Select the option that arranges the parts in the correct order to form a meaningful sentence. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് ജംബിൾ ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഓർഡർ ആക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൽ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി വേണമെങ്കിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ പോലെ എടുക്കാൻ പറ്റും. കാരണം നിഷിത് ബിഗിൻസ് തിങ്കിങ് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ആലോചിക്കുക എന്നുള്ളതാണല്ലോ വരിക. അപ്പോൾ തിങ്കിങ് എബൌട്ടാണ് വരിക. അപ്പോൾ ഡി കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഓപ്ഷൻ ബി ആയിരിക്കും. അപ്പോൾ ഡി ബി വരുന്ന ഓപ്ഷൻസ് നോക്കിയാൽ മതി. അപ്പം അങ്ങനെയുള്ളതാകുമ്പോൾ ഓപ്ഷൻ സി DBEAC ആണ് വരുന്നത്. ഇനി അത് കറക്റ്റ് ഓർഡറിൽ വരുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വേറെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഒന്നുമില്ല, അത് നമുക്ക് കറക്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. ഇതിലും ഒരു സെൻറ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, വേർഡ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ മിസ്റ്റേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. അതിൻ്റെ കറക്റ്റ് ആൻസർ നമ്മൾ ഓപ്ഷനിൽ ചൂസ് ചെയ്തെടുക്കണം. വെൻ ഐ റീച്ച് ദ മാർക്കറ്റ് പ്ലേസ് ദ കോക്കനട്ട്സ് വാസ് ഓൾറെഡി സോൾഡ്. ഇതിൽ ആകെ ഒരു മിസ്റ്റേക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോക്കനട്ട്സ് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനി നമുക്ക് വാസ് യൂസ് ചെയ്യാൻ പറ്റില്ല, കോക്കനട്ട്സ് വെയർ ആണ് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, കോക്കനട്ട്സ് വെർ ഓൾറെഡി സോൾഡ് ആണ്. അവിടെ സെല്ല് എന്നുള്ളത് വരില്ല, കാരണം ഓൾറെഡി പാസ്റ്റ് സെൻറ്റൻസ് ആയതുകൊണ്ട് പാസ്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് വെർ ഓൾറെഡി സോൾഡ് ആണ് നമ്മുടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സെൻറ്റൻസിൽ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Gandhi's approach, while effective in mobilizing large segments of Indian society, was criticized by some for being passive and overly accommodating. Accommodating എന്നുള്ളതാണ് നമുക്ക് വാക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് കോപ്പറേറ്റീവ് അല്ലെങ്കിൽ ഹെൽപ്ഫുൾ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് അൺഹെൽപ്ഫുൾ ആണല്ലോ. അതുകൊണ്ട് നമ്മുടെ വേർഡ് വരിക ഓപ്ഷൻ സി, ഡിസൊബ്ലൈജിങ് എന്നുള്ളതാണ്. റീകൺസൈലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിതുപോലെ കൂടിച്ചേരുക എന്നുള്ളതാണല്ലോ, അതുകൊണ്ട് അത് വരില്ല. സ്ട്രെനുവസ് എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളതാണ്. ഗ്രാറ്റിഫൈങ് എന്ന് പറയുമ്പോൾ എന്തിനെങ്കിലും പ്രേസ് ചെയ്ത് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡിൻ്റെ സിനോണിം അല്ലെങ്കിൽ സിമിലർ മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ട്രാങ്കുലാണ് നമുക്ക് തന്നിട്ടുള്ള വേർഡ്. ട്രാങ്കുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാം എന്നുള്ളതാണ് മീനിങ് വരിക. അപ്പോൾ അതിൻ്റെ സിനോണിം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പീസ്ഫുൾ ആണ്. ബാക്കി എല്ലാതും ആങ്ഷ്യസ്, ഡിലേമ, ഫിയേഴ്സ് ഇതെല്ലാം കുറച്ചും കൂടി ആക്റ്റീവായിട്ടിരിക്കണതല്ലേ. കാമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എല്ലാം വരിക. ഫിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂരിയസ് എന്നുള്ളതാണ്. ഡിലേമ കൺഫ്യൂഷനാണ്. ആങ്ഷ്യസ് എന്ന് പറയുന്നത് ഇതുപോലെ ടെൻഷൻ അടിച്ചിരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതെല്ലാം കുറച്ചും കൂടി കാമിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ ഡി, പീസ്ഫുൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഗ്രാമാറ്റിക്കലി കറക്റ്റ് വേർഷൻ ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിലൊരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അതല്ലാത്ത മിസ്റ്റേക്ക് ഇല്ലാത്ത ഒരു ആൻസറാണ് നമ്മൾ ഓപ്ഷനിൽ ചൂസ് ചെയ്തെടുക്കേണ്ടത്. ദ യങ് പൈററ്റ് ഇസ് മോർ ക്ലെവറർ ദാൻ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. അപ്പോൾ യങ് പൈററ്റ് ക്യാപ്റ്റനേക്കാളും ക്ലെവർ ആണെന്നുള്ളതാണ്. നമ്മൾ രണ്ടുപേരായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് യൂസ് ചെയ്യുക. പക്ഷേ അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലെവറിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ക്ലെവറർ ആണ്. നമ്മൾ മോർ യൂസ് ചെയ്യണമെങ്കിൽ അത് വലിയ വാക്കുകൾ, സിലബിൾസ് കൂടുതലുള്ള വാക്കുകൾ വരുമ്പോഴാണ് നമ്മൾ മോർ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ക്ലെവറെന്ന് യൂസ് ചെയ്ത് തന്നെ കറക്റ്റാണ്, മോറിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, The young pirate is cleverer than the captain of the ship. Next question നമുക്കൊരു സെൻറ്റൻസ് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിലേതൊരു പാർട്ടിൽ എറർ ഉണ്ട്. ഇനി സെൻറ്റൻസിൽ എറർ ഒന്നുമില്ലെങ്കിൽ നമ്മൾ നോ എറർ ആൻസറായിട്ട് മാർക്ക് ചെയ്താൽ മതി. In course by time, he was wise enough to realize the mistakes of his past life.
അപ്പോൾ സമയം കഴിയും തോറും ആൾക്കാരുടെ പാസ്റ്റ് ലൈഫിലെ മിസ്റ്റേക്സ് മനസ്സിലായി എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഇൻ കോഴ്സ് ബൈ ടൈം അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഇൻ കോഴ്സ് ഓഫ് ടൈം ആണ് വരുന്നത് എന്ന് വെച്ചാൽ ആ പീരിയഡ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ എറർ വരുന്നത് ഓപ്ഷൻ എയിലാണ്. അവിടെ വരേണ്ടത് ഇൻ കോഴ്സ് ഓഫ് ടൈം എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള വാക്കുകൾക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റിയൊരു വൺ വേർഡാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. സ്റ്റഡി ഓഫ് കോയിൻസ് ആണ് തന്നിരിക്കുന്നത്. സ്റ്റഡി ഓഫ് കോയിൻസിന് നമ്മൾ പറയുന്നത് ന്യൂമിസ്മാറ്റിക്സ് എന്നുള്ളതാണ്. മിൻറ്റിംഗ് എന്ന് പറയുന്നത് പ്രോസസ്സ് ഓഫ് മേക്കിംഗ് കോയിൻ ആണ്. ആ കോയിൻ മേക്കിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ മിൻറ്റിംഗ് പറയുന്നത്. കറൻസി എന്ന് പറയുമ്പോൾ ഒരു കൺട്രിയിൽ മണി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ കറൻസി പറയുന്നത്. ബാർട്ടർ എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് മണി എന്നുള്ളതാണ് ബാർട്ടർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പാസേജ് ആണ്. അപ്പോൾ ഈ പാസേജിൽ കുറേ ബ്ലാങ്ക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. Daniel talks to people about the right to life. He says, "We have the right to live in freedom and in safety. But the people do not dash and they say that the war is a big deal and it is not up to us nor up to the government." അപ്പോൾ ആൾക്കാർ അതിനോട് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ വരേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ അവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എഗ്രി ആണ് ഇവിടെ വരേണ്ടത്. Next one, the government knows what to do and only the government can decide dash is best. അപ്പോൾ എന്താണ് നല്ലത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്, എന്താണ് ബെസ്റ്റ് എന്നുള്ളതാണ് അവിടെ വരേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്, വാട്ട് ആണ്. എപ്പോൾ എവിടെ എന്നുള്ളതൊന്നുമല്ല. അതുകൊണ്ട് വെന്ന് വേറും ഹവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, ആസ് ഓൾ വാർസ് എൻഡ് വിത്ത് എഗ്രിമെൻറ്റ്സ്, can't we do the agreements without the fighting? Can't the government solve this dash? അപ്പോൾ സമാധാനമായിട്ട് നടപ്പിലാക്കിക്കൂടെ അല്ലെങ്കിൽ തീർപ്പാക്കിക്കൂടെ എന്നുള്ളതാണ് അവിടെ വരേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ അവിടെ വരേണ്ടത് ഓപ്ഷൻ എ ആണ്, പീസ്ഫുള്ളി എന്നുള്ളതാണ് അവിടെ വരേണ്ടത്. നെക്സ്റ്റ് വൺ, isn't that the reason we have a government in the first place? He decides to dash to the people in his government. അപ്പോൾ ഗവൺമെൻറ്റിനോട് സംസാരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അവിടെ വേർഡ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ അവിടെ വരേണ്ടത് ഓപ്ഷൻ എ, സ്പീക്കാണ്. ഗവൺമെൻറ്റിനോടായതുകൊണ്ട് ഫോർമലാണ്, അതുകൊണ്ട് സ്പീക്കിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചാറ്റ് അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ബ്ലാബർ എന്ന് പറയുമ്പോൾ ചുമ്മാ ടോക്കിംഗ് നോൺസെൻസ് എന്നുള്ളതാണ്, അതുകൊണ്ട് അതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഡിക്ലെയറും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ സംസാരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, he knows one opinion does not matter much, but he also knows that if everyone in his own country and on the other side would do this, there will dash be no more wars. അപ്പോൾ ഇനി ഇൻ ദി എൻഡ് വാർ ഒന്നും ഉണ്ടാവില്ല, യുദ്ധമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് വരേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ അവിടെ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, പ്രോബബ്ലി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരിക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഷിഫ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.